ഹായ് സ്റ്റുഡൻസ്, ജാംസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേട്ടറ്റ് ഇംഗ്ലീഷ് ഗ്രാമറിലെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് നമുക്ക് പഠിക്കാം. ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് അഥവാ അലങ്കാരങ്ങൾ. ഫസ്റ്റ് വൺ, സിമിലി. വാട്ട് ഈസ് എ സിമിലി? എ സിമിലി ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് that makes a comparison showing similarities between two different things. രണ്ട് വ്യത്യസ്ത കാര്യങ്ങളെ അല്ലെങ്കിൽ ആക്ഷനെ കമ്പയർ ചെയ്യുന്നതാണ് സിമിലി. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് ലൈക്ക് എ ഫ്ലവർ. ഹിയർ വി ആർ കമ്പയറിംഗ് ദാറ്റ് ഗേൾ ടു എ ഫ്ലവർ. ആൻഡ് ഹീ ഈസ് ഹാർഡ് ആസ് എ റോക്ക്. ഹിയർ വി ആർ കമ്പയറിംഗ് ഹിം ആസ് എ റോക്ക്. How we are comparing two things? By using like and as. ലൈക്കും ആസും ഉപയോഗിച്ച് ഒന്നിനെ മറ്റൊന്നിനോട് കമ്പയർ ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് എ സിമിലി. നെക്സ്റ്റ് വൺ, മെറ്റഫർ. മെറ്റഫർ ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ദാറ്റ് കമ്പയർസ് ടു തിങ്സ് ബൈ സേയിങ് വൺ തിങ് ഈസ് ദി അനദർ തിങ്. മെറ്റഫറും സിമിലിയെ പോലെ തന്നെയാണ്, കമ്പാരിസൺ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ മെറ്റഫറിൽ ലൈക്കോ ആസോ ഉപയോഗിക്കുന്നില്ല. സിമിലിയിൽ ലൈക്കും ആസും ഉപയോഗിച്ചാണ് എഴുതുന്നത്. മെറ്റഫറിൽ ലൈക്കും ആസും ഉപയോഗിക്കാതെയാണ് കമ്പയർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ദ സ്നോ ഈസ് എ വൈറ്റ് ബ്ലാങ്കറ്റ്. ദി കാം ലേക്ക് വാസ് എ മിറർ. സോ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ് ബിറ്റ്വീൻ മെറ്റഫർ ആൻഡ് സിമിലി. സിമിലിയും മെറ്റഫറും കമ്പാരിസണ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സിമിലിയിൽ ലൈക്കും ആസും ഉപയോഗിച്ചാണ് എഴുതുന്നത്. മെറ്റഫറിൽ ലൈക്കും ആസും ഉപയോഗിക്കില്ല. ലുക്ക് അറ്റ് ദ എക്സാമ്പിൾ. ഹീ ഈസ് ലൈക്ക് എ ലയൺ. അവൻ സിംഹത്തെ പോലെയാണ്. ലൈക്ക് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. സോ ദിസ് ഇസ് എ സിമിലി. ആൻഡ് ഹീ ഈസ് എ ലയൺ. അവനൊരു സിംഹമാണ്. അങ്ങനെ പറയുന്നത് മെറ്റഫർ. നെക്സ്റ്റ് എക്സാമ്പിൾ, ഹർ ഹാർട്ട് ഇസ് ലൈക്ക് എ ഗോൾഡ്. അവളുടെ ഹൃദയം സ്വർണം പോലെയാണ്. സോ ഇറ്റ് ഈസ് എ സിമിലി. ആൻഡ് ഹർ ഹാർട്ട് ഇസ് ഗോൾഡ്. അവളുടെ ഹൃദയം സ്വർണമാണ്. ഇറ്റ് ഈസ് എ മെറ്റഫർ. Personification. Personification is when you give an animal or object qualities or abilities that only a human can have. വ്യക്തികൾ അല്ലെങ്കിൽ മനുഷ്യർ ചെയ്യുന്ന അതേ കാര്യങ്ങൾ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് വിശേഷണമായി ഉപയോഗിക്കുന്നതാണ് പേഴ്സോണിഫിക്കേഷൻ. ഫോർ എക്സാമ്പിൾ, ദി ഫ്ലവേഴ്സ് ഡാൻസ്ഡ് ഇൻ ദി വിൻഡ്. നമ്മൾ ഡാൻസ് കളിക്കാറുണ്ടല്ലേ, അതുപോലെ ഫ്ലവേഴ്സിന് ഡാൻസ് കളിച്ചു എന്ന് പറയുന്നതാണ് പേഴ്സോണിഫിക്കേഷൻ. ഐ വാണ്ടേർഡ് ലോൺലി ആസ് എ ക്ലൗഡ്. ഞാനൊരു മേഘം പോലെ ഏകാന്തമായി അലഞ്ഞു. അലിട്രേഷൻ. ദി ഒക്കറൻസ് ഓഫ് ദി സെയിം ലെറ്റർ ഓർ ദി സൗണ്ട് അറ്റ് ദി ബിഗിനിങ് ഓഫ് അഡ്ജസൻറ്റ് ഓർ ക്ലോസ്ലി കണക്റ്റഡ് വേർഡ്സ്. ഒരു ലൈനിൽ ഒരേ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് അലിട്രേഷൻ. ഫോർ എക്സാമ്പിൾ, ഐ സോ എ സോ ദാറ്റ് കുഡ് ഔട്ട് സോ എനി അതർ സോ ഐ എവർ സോ. ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ സ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് തവണ വന്നിട്ടുണ്ട്. സോ ദിസ് സെൻറ്റൻസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ അലിട്രേഷൻ. നെക്സ്റ്റ് വൺ ഇസ് സിനെക്ഡോക്കി. സിനെക്ഡോക്കി ഇസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് എ പാർട്ട് ഓഫ് സംതിങ് ഇസ് യൂസ്ഡ് ടു റെഫർ ടു ദി ഹോൾ. അതായത് ഒരു കാര്യത്തെ മുഴുവനായി പരാമർശിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഭാഗമായി ഒരു കാര്യത്തെ മാത്രം ഉപയോഗിക്കുക. അതിനെയാണ് സിനെക്ഡോക്കി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഓൾ ഹാൻഡ്സ് ഓൺ ഡെക്ക്. ഇവിടെ ഹാൻഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്യൂപ്പിൾ എന്നതാണ്, അതായത് മനുഷ്യരെയാണ് ഉദ്ദേശിക്കുന്നത്. മെറ്റോണമി. മെറ്റോണമി ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് വൺ ഒബ്ജക്റ്റ് ഓർ ഐഡിയ ഈസ് റെഫർഡ് ടു ബൈ ദി നെയിം ഓഫ് സംതിങ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് തിങ് ഓർ കോൺസെപ്റ്റ്. അതായത് ഒരു കാര്യത്തിൻ്റെ ആശയം അടുത്ത ഒരു കാര്യത്തിലൂടെയോ അല്ലെങ്കിൽ ആശയത്തിൻ്റെയോ പേരിലൂടെ പരാമർശിക്കുന്ന ഒരു പ്രയോഗത്തെയാണ് മെറ്റോണമി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ പെൻ ഈസ് മൈറ്റിയർ ദാൻ സ്വാഡ്. ഇവിടെ പെൻ എന്ന് ഉദ്ദേശിക്കുന്നത് എഴുതപ്പെട്ട വാക്കും അതുപോലെ തന്നെ സ്വാഡ് എന്ന് ഉദ്ദേശിക്കുന്നത് മിലിറ്ററി ഫോഴ്സിനെയുമാണ്. ഇവിടെ ഈ രണ്ട് വാക്കുകളെ റീപ്ലേസ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട വാക്കുകളെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനെയാണ് മെറ്റോണമി എന്ന് പറയുന്നത്. Hyperbole. Hyperbole is an exaggeration used for emphasis or humor. This literary tool is often used to make a certain element more interesting. സാഹിത്യപരമായി എടുക്കേണ്ടതില്ലാത്ത അല്ലെങ്കിൽ
ഒരു അതിശോക്തിപരമായ പ്രസ്താവനകളെയാണ് ഹൈപ്പർബോളി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ആം സോ ഹംഗ്രി ഐ കുഡ് ഈറ്റ് എ ഹോഴ്സ്. എനിക്കൊരു കുതിരയെ കഴിക്കാനുള്ള വിശപ്പുണ്ട്. ഇവിടെ വിശപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കാനാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ, ഒരു അതിശോക്തിപരമായ പ്രസ്താവനകളെയാണ് ഹൈപ്പർബോളി എന്ന് പറയുന്നത്. ഓക്സിമോറൺ, a description using two opposite ideas to create an effective description. പരസ്പരം വിരുദ്ധമായ രണ്ട് പദങ്ങളെ ചേർത്ത് നിർത്തുന്നത് കൊണ്ട് ഒരു മീനിങ് ഉണ്ടാക്കുക. അങ്ങനെയുള്ള സെൻറ്റൻസിനെയാണ് ഓക്സിമോറോൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദി ലൗഡ് സൈലൻസ് ഓഫ് നൈറ്റ്. ഇവിടെ ലൗഡും സൈലൻസും എക്സ്ട്രീംലി ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. പക്ഷേ അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് ആ നൈറ്റിനെ എഫക്റ്റീവായി ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ, ബിറ്റർ സ്വീറ്റ്. ബിറ്ററും സ്വീറ്റും എക്സ്ട്രീംലി ഓപ്പോസിറ്റാണ്. പക്ഷേ കയ്പും മധുരവും, സന്തോഷവും സങ്കടവും ഒരേ സമയത്ത് നൽകുന്നു എന്ന് കാണിക്കാനാണ് ഇവിടെ ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ദീസ് ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് ആർ നോൺ as oxymoron. Onomatopoeia, the naming of a thing or action by a vocal imitation of the sound associated with it. അതായത് ആ വസ്തു ഉണ്ടാക്കുന്ന ശബ്ദത്തെ പോലെ ഇരിക്കുന്ന ഒരു വാക്യം. അതുപോലെ തന്നെ ആ സെൻറ്റൻസ് വായിക്കുമ്പോൾ ആ ശബ്ദം നമുക്ക് കേൾക്കുന്നത് പോലെ തോന്നും. ഫോർ എക്സാമ്പിൾ, bees busily buzz as they fly from one flower to flowers. Next one, leaves rustle in the wind. ഇവിടെ ബീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടാണ് ബസ്. അതുപോലെ തന്നെ ലീവ്സ് കാറ്റിൽ ആടുമ്പോൾ ഉണ്ടാക്കുന്ന സൗണ്ടാണ് റസിൽ. സോ ഇങ്ങനെയുള്ള സെൻറ്റൻസുകളെയാണ് ഒണമറ്റോപ്പിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, അല്യൂഷൻ. An allusion is a figure of speech that references a person, place, thing or event. Each of these concepts can be real or imaginary, referring to anything from fiction to historical events and religious manuscripts. അതായത് ഒരു വ്യക്തിയെയോ സംഭവത്തെയോ അല്ലെങ്കിൽ ചരിത്രത്തിലെ ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ കലയുടെയോ സാഹിത്യത്തിൻ്റെയോ സൃഷ്ടിയെ നേരിട്ടോ അല്ലാതെയോ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാഹിത്യ ഉപകരണമാണ് അല്യൂഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഡോണ്ട് ആക്ട് ലൈക്ക് എ റോമിയോ ഇൻ ഫ്രണ്ട് ഓഫ് ഹർ. ഇവിടെ പോയറ്റ് ഷേക്സ്പിയറിൻ്റെ കഥാപാത്രമായിട്ടുള്ള റോമിയോയാണ് ഒരു റെഫറൻസായി കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള സെൻറ്റൻസിനെയാണ് അല്യൂഷൻ എന്ന് പറയുന്നത്. ഫിഗർ ഓഫ് സ്പീച്ച് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.